ഇന്ന് പറയാൻ പോണ വീഡിയോ എന്താണെന്നറിയോ? നമ്മുടെ ഫാമിൽ നിന്ന് നമുക്ക് വലിയൊരു മുട്ട കിട്ടി. നമ്മുടെ ഫാമിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും വലിയ മുട്ട കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി മുട്ടയിട്ടപ്പോൾ ഇവരെടുത്തുകൊണ്ട് വന്നതാണ്. ഇത്രയും വലിയ മുട്ട ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോഴിയുണ്ട്, പ്രാവുണ്ട്, കിളികളുണ്ട്, താറാവുണ്ട്. പക്ഷേ ആരും ഇത്രയും വലിയ മുട്ട ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്താണെന്നൊരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ നമ്മളിത് എന്ത് കാട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ബ്രൂഡറിൽ കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ബ്രൂഡറിൽ കൊണ്ട് വെച്ചിരിക്കുന്ന സമയത്താണ് നമുക്കറിയില്ല, എല്ലാവരും ചോദിക്കേണ്ടായിരുന്നത് എന്തിനെക്കുറിച്ചുള്ള മുട്ടയാണ്. നമ്മൾ വിചാരിച്ച ഈ മയിൽ മുട്ടയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ രാവിലെ കൂട് തുറക്കാൻ വന്നപ്പോൾ കാണുന്നത് നമ്മുടെ ഗൂസ്. ശരിക്കും ഗൂസ് ഇട്ട മുട്ടയാണ്. ഒരു മുട്ട വെളിയിലിട്ടിരിക്കണോ, ഒരു മുട്ട കൂട്ടിലിട്ടിരിക്കണോ. അത് അണയിരിക്കുകയായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവന് സൈഡിൽ മുട്ട കിടക്കുന്നുണ്ടോ, മുട്ടയിൽ അണയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന് അണ വെക്കണത്. അണ വെക്കുകയോ ഇരിക്കുകയോ വിരിക്കുകയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷേ അതിങ്ങനെ ചകീണ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് വൈക്കോലും സൈഡിലിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഈ മുട്ടയും കൂടെ അതിന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അത് അണയിരുന്ന് വിരിക്കുകയാണെങ്കിൽ വിരിക്കട്ടെ. ബട്ട് ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലി കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ സംഭവം എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഗൂസിന് സാധനം അണ വെക്കാൻ പോവുകയാണ്. പിന്നെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻസിൽ അറിയിക്കണേ. ചീറ്റുണ്ട് കേട്ടാ, നല്ലപോലെ ചീറ്റുണ്ട് അടുത്ത് പോണ സമയത്ത്. അറിയില്ല അവിടെ നോക്കൂട്ടോ, നോക്ക് ഉണ്ട് വലിപ്പത്തിൽ കൂടെ. ഞാൻ വൈക്കോല് കൊടുക്കുന്ന സമയത്ത് അത് ചകഞ്ഞ് അരികത്തിക്കാക്കി വെക്കുക. എന്തായാലും ഇതൊക്കെ ആരെ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ നോ ഐഡിയ. ഇല്ല ചീറ്റിനുണ്ടോ ഒന്ന് എന്നാ മുട്ട ഞാൻ പോയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പേടിയുണ്ട്, വറക്കുന്നുണ്ടല്ലോ. നല്ല വറക്കുണ്ട് കേട്ടോ, ചീറ്റുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇല്ല സോറി. നോക്ക് അതിൻ്റെ അരികത്തേക്കാക്കി വെക്കണത് എന്ത് രസമാണ് നോക്ക്. ഇതൊക്കെ റയർ കാഴ്ചകളാണ് കേട്ടോ. ഞമ്മണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലപോലെ റിയാക്ട് ചെയ്താണ്. നമ്മളിനി സ്ട്രെസ്ഡ് ആകാൻ വിടില്ല. നമ്മൾ അവനെന്താ ചെയ്തോട്ടെ. നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആക്കാൻ വിടുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനൊരു സംഭവം, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് ഇവനെ ഇനി വെളിയിൽ വിടണില്ല. ഫുഡൊക്കെ ഇവനെ നമുക്ക് ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ കൂടൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇനിയിപ്പോൾ ക്ലീനിങ് ഒന്നും ഇല്ല. അത് കഴിയണ വരെ നമ്മൾ ഈ കൂടിനെ അങ്ങനെ തന്നെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻസിൽ അറിയിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.